മിശിഹായിലെ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിലെ നമ്മൾ കാണുക ഈശോ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതായിട്ടാണ്. കിടക്കയിലെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരപ്പെട്ട തളർവാദ രോഗ തിരിച്ചു പോകുന്നത് കിടക്ക എടുത്തുകൊണ്ടാണ്. നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുന്ന ഈ ഒരു സാഹചര്യത്തിലെ ഈ ഒരു സുവിശേഷ ഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. നോമ്പുകാലം കർത്താവിൻ്റെ കുരിശിനെ വളരെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുരിശിൻ്റെ 2 ഭാഗങ്ങളുണ്ട്, നെടുകയും കുറുകയുമുള്ള 2 തലങ്ങൾ. നെടുകയുള്ള തലം ദൈവത്തിലേക്ക് മുട്ടി നിൽക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, കുറുകയുള്ള തലം മറ്റുള്ളവരിലേക്ക് മുറ്റി നിൽക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നതാണ്. ഇന്നത്തെ സുവിശേഷത്തിലെ തളർവാദ രോഗിയെ കിടക്കയോടെ കൊണ്ടുവരുന്ന മറ്റുള്ളവരുണ്ട്. അവരെ ഈ ഒരു തലത്തെ വളരെ കൃത്യമായിട്ട് നടുമുമ്പിലേക്ക് പകർന്നു തരികയാണ്. തളർവാദ രോഗിയെ സ്നേഹത്തോടെ പരിചരിച്ചുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. കുരിശിൻ്റെ കുറുകിയുള്ള തലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ മറ്റുള്ളവരിലേക്ക് മുട്ടി നിൽക്കുവാനായിട്ട് തളർവാദ രോഗിയുടെ കൂടെയുള്ളവർ പരിശ്രമിച്ചപ്പോൾ തമ്പുരാനിലേക്ക് മുട്ടി നിൽക്കുവാൻ, ഈശോയിൽ നിന്ന് തളർവാദ രോഗിയിലേക്ക് സൗഖ്യം നേടിക്കൊടുക്കുവാൻ അവർക്ക് സാധിച്ചു. നോമ്പുകാലത്തിൽ നമുക്ക് ചിന്തിക്കാം, നമുക്ക് ഓരോരുത്തർക്ക് ഇപ്രകാരം മറ്റുള്ളവരിലേക്ക് മുട്ടി നിന്നുകൊണ്ട് ദൈവത്തിലേക്ക് മുട്ടി നിൽക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന്. മറ്റുള്ളവരുടെ വേദനകളിലെ, ദുരിതങ്ങളിലെ, കടബാധ്യതകളിലെ ഒക്കെ അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് അവരിലേക്ക് നമ്മുടെ സഹായത്തിൻ്റെ ഹസ്തം നീട്ടിക്കൊണ്ട് ദൈവോത്മകമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ മാത്രമാണ് ഈ ഒരു നോമ്പുകാലം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുകയുള്ളൂ. നോമ്പുകാലത്തിലൂടെ കടന്നു പോകുന്ന ഈ ദിവസങ്ങൾ, നോമ്പ് തുടങ്ങി ഈ ദിവസങ്ങളൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ എങ്ങനെയാണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ളൊരു ജീവിതത്തിൽ ഇത് സാധ്യമാകുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. തളർവാദ രോഗിക്ക് വേണ്ടിയിട്ട് ഏത് ത്യാഗം സഹിച്ചും ക്രിസ്തുവിനെ കാണുവാൻ, ക്രിസ്തുവിൻ്റെ അടുത്തെത്തിക്കുവാനായിട്ട് അവരെ ഉത്സാഹിച്ചു. നമ്മുടെ ജീവിതത്തിലും ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പിൻചെല്ലുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതുകൊണ്ടാണല്ലോ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 25-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം പറയുന്നത്, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന്. ബാഹ്യമായ രീതിയിൽ എന്നതുപോലെ തന്നെ നമ്മുടെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള ആത്മീയ ജീവിതത്തിലും ഇത് നമുക്ക് സാധ്യമാണ്. നോമ്പിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഒരുപാട് പ്രതിജ്ഞകളൊക്കെ എടുത്തു പോയിട്ടുണ്ടായിരിക്കാം, തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഒരു 10-11 ദിവസം പിന്നിടുമ്പോൾ പലപ്പോഴും നമ്മളതിലൊക്കെ ചിലപ്പോൾ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം, ഫെയിലിയർ ആയിട്ടും ഒക്കെ പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതൊക്കെ വീണ്ടും റീഗെയിൻ ചെയ്തുകൊണ്ട് തമ്പുരാനിലേക്ക് മുട്ടി നിൽക്കുന്ന വിധത്തിലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ തീരുമാനങ്ങളെയും കൂടുതൽ ഫലദായകമാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒപ്പം ഈ ഒരു നോമ്പുകാലം ഏവർക്കും അനുഗ്രഹത്തിൻ്റെ ഒരു സമയമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് നന്ദി ഉണ്ടായിരിക്കട്ടെ.